അരുവിപ്പുറം പ്രതിഷ്ഠയുടെ 137ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ പവിത്രമായിട്ടുള്ള ദിനത്തിൽ ഈ മഹാശിവരാത്രി സമ്മേളനത്തിന്റെ ഈ വേദിയിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ശ്രീമദ് ശുഭാംഗാനന്ദ സ്വാമികൾ, ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യനായിട്ടുള്ള കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീ ജോർജ് കുര്യൻ അവർ, ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച ബഹുമാന്യനായിട്ടുള്ള ശ്രീ ശശി തരൂർ MP, ശ്രീ A. റഹീം MP, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ശ്രീ KG ബാബുരാജ് അവർ, ശ്രീ ആവണി ശ്രീകണ്ഠൻ അവർ, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള അധ്യക്ഷൻ അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ അവർ, സ്വാഗതം ആശംസിച്ച ശ്രീമദ് സാന്ദ്രാനന്ദ സ്വാമികൾ, കൃതജ്ഞത രേഖപ്പെടുത്തുന്ന വിശാലാനന്ദ സ്വാമികൾ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇന്നത്തെ ഈ ദിവസം, മഹാശിവരാത്രിയുടെ ദിവസം, സ്വാഗത പ്രസംഗത്തിൽ സാന്ദ്രാനന്ദ സ്വാമികൾ സൂചിപ്പിച്ചതുപോലെ 144 വർഷങ്ങൾക്കൊരിക്കൽ മാത്രം കടന്നുവരുന്ന മഹാകുംഭമേളയുടെ പര്യവസാനം സൂചിപ്പിക്കുന്ന ഈ ദിവസം, മഹാശിവരാത്രിയുടെ ഈ ദിവസത്തിൽ എല്ലാവർക്കും മഹാശിവരാത്രിയുടെ ആശംസകൾ നേരുന്നു. ശിവഭഗവാന്റെ അനുഗ്രഹങ്ങൾ നമുക്കേവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന, മനുഷ്യനെ കൂടുതൽ നല്ലവനാകാൻ പ്രേരിപ്പിക്കുന്ന, അതിനുവേണ്ടിയിട്ടുള്ള ജീവിതചര്യ, ആ ചര്യ അനുവർത്തിക്കാൻ നമ്മളെ പരിശീലിപ്പിക്കുന്ന ഒരു ജീവിതപാതയാണ് സനാതന ധർമ്മപാത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ ഭാഗമാണ് മഹാശിവരാത്രി പോലെയുള്ള അവസരങ്ങളിൽ നമ്മളെല്ലാവരും ആചരിക്കുന്ന അനുഷ്ഠാനങ്ങൾ. ഇവിടെ ധാരാളം പേര് ശിവരാത്രി വ്രതമെടുത്ത് ഇന്ന് പകൽ മുഴുവൻ ആഹാരം കഴിക്കാതെയും ജലപാനം മാത്രം നടത്തിക്കൊണ്ടും ഒരു നേരം മാത്രം ആഹാരം കഴിച്ചുകൊണ്ടും രാത്രി മുഴുവൻ ഉറക്കളച്ചുകൊണ്ട് ഈ ശിവരാത്രി ആചരിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും. അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ, കോടിക്കണക്കിന് ആളുകൾ ഈ ലോകം മുഴുവനുണ്ട്. ഭാരതീയ തത്വചിന്ത, ആ ഭാരതീയ തത്വചിന്തയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം, ആ അടിസ്ഥാനം മനുഷ്യനും മനുഷ്യനും തമ്മിൽ വേർതിരിവില്ല എന്ന് വിശ്വസിക്കുന്നതാണ്. അതുകൊണ്ടാണ് എല്ലാ മനുഷ്യരിലും ഉൾക്കൊള്ളുന്ന ശക്തി, അവരിലെല്ലാവരും ഉൾക്കൊള്ളുന്ന ചൈതന്യം, ആ ചൈതന്യം ഒന്നു തന്നെയാണ്. അതുകൊണ്ട് ഭാരതീയ ഋഷിമാർ അവരുടെ അന്വേഷണം എക്കാലത്തും ഞാൻ ആരാണ്, ഞാനും മറ്റുള്ളവനും തമ്മിലുള്ള ബന്ധം എന്താണ്, ഞാനും ഈ പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതായിരുന്നു ഏറ്റവും വലിയ അന്വേഷണം. ആ അന്വേഷണം നടത്തിയ എല്ലാവർക്കും വ്യക്തമായ ഒരു കാര്യം, നമ്മളിൽ എല്ലാവരിലും കുടികൊള്ളുന്ന ഒരേ ചൈതന്യമാണ്, ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ കുടികൊള്ളുന്നത് ഒരേ ചൈതന്യമാണ്. അതിനെ വ്യത്യസ്ത രൂപത്തിൽ കാണാനും ആരാധിക്കാനും ഉള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കുമുണ്ട്. ഇത്രയും നമ്മളിപ്പോ ബഹുസ്വരത എന്നൊക്കെ പറയുന്ന വാക്ക്, ഇതൊരു പുതിയ വാക്കാണെന്നാണ് നമ്മൾ ധരിക്കുന്നത്. ഭാരതീയ ദർശനങ്ങളിൽ ഈ ഒരു ബഹുസ്വരത, വിയോജിക്കാനുള്ള അവകാശം, എല്ലാവരും ശിവ പൂജ നടത്തണം, എല്ലാവരും വൈഷ്ണവ പൂജ നടത്തണം, എല്ലാവരും ദേവി പൂജ നടത്തണം, എവിടെയും പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിലുള്ള ഈശ്വരനെ ആരാധിക്കാം.
ലോകത്ത് സംഘർഷത്തിന്റെ കാരണം ഈശ്വര പൂജയെക്കുറിച്ച്, ഈശ്വരാരാധനയെക്കുറിച്ച് ചില ആളുകൾ ഇങ്ങനെ മാത്രമേ ആകാവൂ എന്ന് പറയുന്നതിന്റെ പേരിലുള്ള തർക്കങ്ങളാണ്. ലോകത്തുള്ള സംഘർഷം, മതസംഘർഷങ്ങളിൽ സനാതന ധർമ്മത്തിന്റെ പാത പിന്തുടരുന്ന എവിടെയും സംഘർഷമില്ല. ഗാസയില് തർക്കം നടക്കുന്നത് സനാതനധർമ്മം അവിടെ ഇല്ലാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തർക്കമുണ്ടാവുകയായിരുന്നില്ല ലോകത്തിൽ. ഗുരുദേവന്റെ ദർശനങ്ങൾ അതേ സനാതന ധർമ്മപാതയുടെ ദർശനങ്ങളാണ്. അതുകൊണ്ടാണ് ശങ്കരൻ പറഞ്ഞ അദ്വൈതം തന്നെ ഗുരുദേവൻ അതേ അദ്വൈതം തന്നെ പ്രാവർത്തികമാക്കിയത് കൊണ്ടാണ് ആലുവയിൽ അദ്വൈത ആശ്രമം ഗുരുദേവൻ സ്ഥാപിച്ചത്. ഗുരുദേവൻ എവിടെയും ഏതെങ്കിലും ഒരു ഈശ്വര മൂർത്തിയുടെ പേരിൽ, ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ പേരിൽ ഒരു ആരാധനാലയം സ്ഥാപിച്ചില്ല. അതുകൊണ്ട് സ്വാഭാവികമാണ് ഗുരുദേവൻ ഇവിടെ 137 വർഷം മുമ്പ് ശിവരാത്രി ദിനത്തിൽ പ്രതിഷ്ഠ നടത്തിയപ്പോൾ തൃപ്പാദങ്ങൾ പറഞ്ഞു, ഇവിടെ മനുഷ്യർ തമ്മിൽ ഭേദമില്ലാതെ ഒരുമിച്ച് വരാൻ കഴിയുന്ന ഒരു വേദിയാകണം എന്ന് പറഞ്ഞാൽ ഇടക്കാലത്ത് നമുക്കുണ്ടായിട്ടുള്ള അപഭ്രംശം, നമ്മള് ഈ ഒരു സനാതനമായിട്ടുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ, ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മനുഷ്യനെ പലതായിട്ട് വേർപിരിച്ചു നിർത്തുന്ന ഒരു തലത്തിലേക്ക് മാറി. അപ്പോ തൊട്ടുകൂടായ്മ വന്നു, തീണ്ടിക്കൂടായ്മ വന്നു, മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായ്മ വന്നു, ഉന്നത കുലജാതരും അല്ലാത്തവരും എന്നുള്ള വേർതിരിവ് വന്നു. ജാതി ചിന്ത മനുഷ്യനെ, ജനനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജാതി ചിന്ത, ആ ചിന്ത മനുഷ്യനെയും വേർതിരിച്ചു. ആ മനുഷ്യനെയും വേർതിരിക്കുന്ന ആ ചിന്തയെ തള്ളിക്കളഞ്ഞുകൊണ്ട്, അതിനെ മുഴുവൻ തന്നെ വലിച്ചെറിഞ്ഞുകൊണ്ട് ബ്രഹ്മജ്ഞാനം നേടുന്നവൻ ബ്രാഹ്മണൻ എന്നുള്ള ചിന്തയ്ക്ക് പകരം ബ്രാഹ്മണന്റെ മകൻ ബ്രാഹ്മണൻ എന്നുള്ള ചിന്ത. എന്താ ബ്രഹ്മജ്ഞാനം? അറിവുള്ളവൻ, അറിവ് നേടുന്നവൻ. അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിയപ്പോൾ നമ്മളിൽ വന്നിട്ടുള്ള ജീർണതകൾ, സാധാരണ കെട്ടിക്കിടക്കുന്ന ജലത്തിൽ ഉണ്ടാകുന്നത് പോലെയുള്ള ജീർണതകൾ, ഒഴുകുന്ന ജലത്തിൽ ജീർണതയുണ്ടാകില്ല, കെട്ടിക്കിടക്കുന്ന ജലത്തിൽ ഏത് സ്ഥലത്താണെങ്കിലും ജീർണതയുണ്ടാകും. ആ ജീർണതയുണ്ടായപ്പോൾ ആ ജീർണത മാറ്റിക്കൊണ്ട് ഈ നാടിന്റെ സനാതനമായിട്ടുള്ള, ഈ നാടിന്റെ പൂർവികമായിട്ടുള്ള ആ വിശ്വാസങ്ങളെ വീണ്ടെടുത്തുകൊണ്ട് ഗുരുദേവൻ ഒരിക്കൽ കൂടി നമ്മുടെ സ്വത്വം, ആ സ്വത്വം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടന്നു. നമുക്കറിയാം, ഈ ജാതി ചിന്തയും ഈ വിവേചനവും ഈ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ കണ്ടുമടുത്ത് CV കുഞ്ഞിരാമനെ പോലെയുള്ള ആളുകൾ, ഇവിടെ ബഹുമാനായിട്ടുള്ള MP പറഞ്ഞതുപോലെ ജാതി വേണ്ട, മതം വേണ്ട, ഈശ്വരൻ വേണ്ട എന്ന് പറയുന്ന തലത്തിലേക്ക് സഹോദരൻ അയ്യപ്പൻ പോലെയുള്ള ആളുകൾ പോയപ്പോൾ ചിലരൊക്കെ ബുദ്ധമതം സ്വീകരിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോയപ്പോൾ അത് ഗുരുദേവൻ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചില്ല. ഗുരുദേവൻ ഒരിക്കലും അതിനാൽ അനുവാദം നൽകിയില്ല. കാരണം അങ്ങനെ ഇതുവരെ വിശ്വസിച്ചിരുന്ന തത്വദർശനങ്ങൾ, ആ തത്വദർശനങ്ങളുടെ ഉണ്ടായിട്ടുള്ള ജീർണതയാണ് ഈ പ്രശ്നങ്ങളുടെ കാരണമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തത്വദർശനങ്ങളുടെ അടിസ്ഥാന സ്വഭാവത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, ആ പ്രവർത്തനമാണ് ഗുരുദേവൻ
അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയത്. അതുകൊണ്ടാണ് ഈശ്വരനിൽ വിശ്വസിക്കാത്തവനെ പോലും, ചാർവാകനെ പോലും മുനി എന്ന് വിളിക്കാൻ സാധിച്ചത് ഈ ഒരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ്. സങ്കുചിതമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നോട് യോജിക്കാത്തവനെ, തന്നോട് വിയോജിക്കുന്നവരെ, ആ വിയോജിക്കുന്നവരെ അംഗീകരിക്കാതിരിക്കുകയും ആ വിയോജിക്കുന്നവരെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു പ്രവണത, ആ പ്രവണത ഭാരതീയ ദർശനങ്ങളിൽ ഇല്ലാതിരുന്നത് ഈ ഒരു പ്രത്യേകത കൊണ്ടാണ്. അതുകൊണ്ടാണ് ഗുരുദേവൻ അനുകമ്പ ദശകത്തിൽ പറഞ്ഞതുപോലെ ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന് നമ്മളെ പഠിപ്പിച്ചത്. അനുകമ്പ ആനന്ദത്തിനും അനുകമ്പ രാഹിത്യം ദുഃഖത്തിനും കാരണമാകും എന്ന് ഗുരുദേവൻ പഠിപ്പിച്ചത്. അരുൾ അൻപനുകമ്പ മൂന്നിനും പൊരുൾ ഒന്നാണിത് ജീവതാരകം അരുളുള്ളവനാണ് ജീവി എന്നുരുവിട്ടുടുകയി നവാക്ഷരി എന്ന് ഗുരുദേവൻ പറഞ്ഞത്. അരുളും അൻപും അനുകമ്പയും അത് ഇന്ന് നേരത്തെ എനിക്ക് മുൻപ് സംസാരിച്ച എല്ലാവരും ചൂണ്ടിക്കാണിച്ചു. നമുക്ക് ചുറ്റും നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ്. എന്തുകൊണ്ടിത് നഷ്ടപ്പെടുന്നു? ഗുരുദേവന്റെ മണ്ണിൽ സഹജീവികളുടെ ചോര വീഴാത്ത ദിനങ്ങളില്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെ എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. ഗുരുദേവ ദർശനങ്ങൾ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. ഗുരുദേവ ദർശനങ്ങളെ അതത് സമയത്തെ താൽക്കാലിക താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെയാണോ വളച്ചൊടിച്ച് ചിത്രീകരിക്കാൻ തുടങ്ങിയത്, അവിടെ നഷ്ടമായി അരുളും അൻപും അനുകമ്പയും എല്ലാം. അതുകൊണ്ടാണല്ലോ ഗുരുദേവൻ കടന്നു വന്ന, ഗുരുദേവൻ മുന്നോട്ട് വെച്ച സനാതന ധർമ്മപാതയടക്കം ജാതീയത പ്രോത്സാഹിപ്പിക്കുന്നതാണ്, രാജവാഴ്ചയുടേതാണ് എന്നടക്കം ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. ഗുരുദേവന് ഏറ്റവും ആത്മബന്ധമുണ്ടായിരുന്നത്, അദ്ദേഹം ദേവീസ്തവങ്ങൾ എഴുതിയിട്ടുണ്ട്, അദ്ദേഹം വിഷ്ണു സ്തോത്രങ്ങൾ എഴുതിയിട്ടുണ്ട്, ഗുരുദേവൻ ശിവ സ്തോത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ നിരവധി സ്ഥലങ്ങളിൽ ഈ മഹാശിവരാത്രി ദിവസത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ, അത് വർക്കലയിലെ ശിവപ്രതിഷ്ഠയാണെങ്കിലും ഇവിടുത്തെ ആണെങ്കിലും എവിടെയാണെങ്കിലും നിരവധി ശിവപ്രതിഷ്ഠകൾ ഗുരുദേവൻ നടത്തി. 54 ക്ഷേത്രങ്ങളിൽ നേരിട്ടും 26 ക്ഷേത്രങ്ങളിൽ നിർദ്ദേശപ്രകാരവും പ്രതിഷ്ഠ നടത്തി. ശിവപ്രസാദ പഞ്ചകവും ശിവശതകവും സദാശിവ ദർശനവും ചിദംബരാഷ്ടകവും ശിവസ്തവവും ഉൾപ്പെടെയുള്ള നിരവധി ശിവസ്തോത്രങ്ങൾ രചിച്ചു. അങ്ങനെയുള്ള ഈ ഒരു നമ്മുടെ ഈ ലോകത്തിന് മുഴുവൻ തന്നെ സ്നേഹത്തിന്റെയും നന്മയുടെയും ഒരുമയുടെയും സന്ദേശം, ആ ഒരുമയുടെ സന്ദേശം നൽകുന്ന ഒരു പ്രവർത്തനം അന്നത്തെ കാലത്ത് തനിക്കു ചുറ്റുമുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആ പ്രവർത്തനം നടത്തിക്കൊണ്ട് കേരളത്തെ പുരോഗതിയുടെ പാതയിലേക്ക്, കേരളത്തെ മാത്രമല്ല ഈ ലോകത്തെ തന്നെ പുരോഗതിയുടെ പാതയിലേക്ക്, ബഹുമാന്യനായിട്ടുള്ള ശ്രീ ജോർജ് കുര്യൻ ജി സൂചിപ്പിച്ചതുപോലെ ആധുനിക കാലഘട്ടം എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വരാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി കണ്ട ദിവ്യദൃഷ്ടി, ആ ദിവ്യദൃഷ്ടിയാണ് ഗുരുദേവന്റെ പ്രവർത്തനങ്ങളിൽ ിലൂടെ നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടുത്തിയത്. ശശി തരൂര് സംസാരിച്ചപ്പോൾ അദ്ദേഹം ശിവമഹിമാ സ്തോത്രത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം ശശി തരൂരിന്റെ ഒരു ഇന്റർവ്യൂ വലിയ ധാരാളം ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ശശി തരൂർ അതിൽ പറയുന്നുണ്ട്, സ്വാമി വിവേകാനന്ദനെ ഉദ്ധരിച്ചുകൊണ്ട് തരൂര് പറയുന്നത്, നോട്ട് ജസ്റ്റ് ടോളറൻസ് ബട്ട് ആക്സെപ്റ്റൻസ്, അതാണ് ഹിന്ദു ധർമ്മം എന്ന്
സ്വാമി വിവേകാനന്ദനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുക. അതായത് മറ്റുള്ളവരെ സഹിക്കുകയല്ല, സഹിഷ്ണുതയല്ല. നമ്മളിപ്പോ പറയുന്നത് സഹിഷ്ണുത വലിയൊരു ഗുണമായിട്ടാണ്. സഹിഷ്ണുതക്കപ്പുറത്ത് കിടക്കുന്ന സർവധർമ്മ സമഭാവം. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഈശ്വരനെ, അത് യേശു ക്രിസ്തു ആണെങ്കിലും ഇനി പരമകാരുണികനായിട്ടുള്ള അള്ളാഹു ആണെങ്കിലും ആരെ വേണമെങ്കിലും ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം. അത് അവരുടെ രീതിയിൽ നോക്കുമ്പോൾ അത് ശരിയാണ് എന്ന് വിശ്വസിക്കാനും അതിനെ താൻ വിശ്വസിക്കുന്ന അതേ ആരാധനാ സമ്പ്രദായത്തിന്റെ അത്ര തന്നെ പ്രാധാന്യമുണ്ട് എന്ന് കരുതാനുമുള്ള കഴിവ്. ഈ കഴിവ് ലോകത്തിന് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ലോകത്ത് പല ഭാഗങ്ങളിലും സംഘർഷമുള്ളത്. കാരണം ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്നവർക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള വൈമുഖ്യം, അതിനുള്ള താല്പര്യമില്ലായ്മ, എല്ലാ മനുഷ്യരെയും സമഭാവനയോടുകൂടി കാണുന്ന ഒരു വിശ്വാസധാര ലോകത്ത് വേറെ എവിടെയുമില്ല എന്നാണ് തരൂരിന്റെ ഇന്റർവ്യൂവിൽ തരൂര് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. മാത്രമല്ല തരൂര് പറയുന്നത് ഹിന്ദു വിശ്വാസത്തിന് ശ്രീനാരായണ ഗുരുദേവൻ നൽകിയ വ്യാഖ്യാനം, ആ വ്യാഖ്യാനമാണ് തന്റേത് എന്നാണ് പറയുന്നത്. ഞാൻ തരൂരിന്റെ വക്താവല്ല, പക്ഷേ തരൂർ ഇവിടെ പറഞ്ഞതിന്റെ പൊരുൾ സനാതന ധർമ്മത്തിന്റെ ആ സന്ദേശം അത് നമ്മുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടു. വിയോജിക്കുന്നതിനോട് വെറുപ്പ് പ്രകടിപ്പിക്കാത്ത രീതി, ഈ ഒരു മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന, മനുഷ്യനെ നല്ലവനാക്കുന്ന, ഇപ്പൊ നേരത്തെ ആഹാരശുദ്ധിയെക്കുറിച്ചും അതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ പറഞ്ഞു, വാക്ശുദ്ധി, മനഃശുദ്ധി ഒക്കെ പറഞ്ഞു. സനാതന നമ്മൾ ഇന്ന് നടത്തുന്ന ഈ മഹാശിവരാത്രിയുടെ ആചാരങ്ങൾ, നമ്മൾ അനുഷ്ഠിക്കുന്ന വ്രതങ്ങൾ, ഇതൊക്കെ മനുഷ്യനെ നല്ലവനാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന ആചാരങ്ങളാണ്. ആ ആചാരങ്ങളിലൂടെയാണ് ആത്യന്തികമായിട്ട് മനുഷ്യൻ നല്ലവനാകുന്നത്, മനുഷ്യൻ മോക്ഷപ്രാപ്തിയിലെത്തുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു ചിന്താധാര. ആ ചിന്താധാര നമ്മുടെ ഈ രാജ്യത്ത് മുഴുവൻ വികലമായപ്പോൾ, ആ ചിന്താധാരയിൽ നിന്ന് മനുഷ്യർ അകന്നുപോയപ്പോൾ, മനുഷ്യൻ ജാതിയുടെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ മനുഷ്യൻ തമ്മിൽ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായപ്പോൾ, മനുഷ്യനെ എന്താണ് ഭാരതത്തിന്റെ ചിന്താധാര, എന്താണ് ഈ സനാതന ധർമ്മത്തിന്റെ വിശ്വാസം, എന്താണ് അടിസ്ഥാനം എന്ന് ഓരോരുത്തരെയും മനസ്സിലാക്കാൻ ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞ പോലെ തന്റെ സമൂഹത്തിന് ആത്മവിശ്വാസം നൽകാൻ, തനിക്ക് ചുറ്റുമുള്ളവർക്ക് ആത്മവിശ്വാസം നൽകാൻ, തനിക്ക് ചുറ്റുമുള്ളവരുടെ കണ്ണു തുറപ്പിക്കാൻ താൻ സ്ഥാപിച്ചത് തന്റെ മനസ്സിൽ ആരാധിക്കുന്ന ശിവനെയാണ് എന്ന് പറയാൻ ഓരോരുത്തർക്കും തന്റെ ഇടം നൽകുന്ന, കരുത്ത് നൽകുന്ന, ലോകത്തിന് മുഴുവൻ തന്നെ വെളിച്ചം നൽകുന്ന ഒരു മഹത്തായിട്ടുള്ള കൃത്യം, ആ മഹത്തായിട്ടുള്ള കർമ്മം നടത്തിയിട്ട് 137 വർഷം പൂർത്തിയാകുമ്പോൾ ഇത് കേവലം അരുവിപ്പുറം പ്രദേശവാസികളുടെ ആഘോഷമല്ല, ഇത് കേവലം കേരളത്തിന്റെ ആഘോഷമല്ല, ഇത് കേവലം ഭാരതത്തിന്റെ ആഘോഷമല്ല. പകരം ഈ ആഘോഷം ലോകം മുഴുവൻ ഏറ്റെടുക്കേണ്ട ആഘോഷമാണ്. തനിക്ക് താൻ വിശ്വസിക്കുന്നത്, താൻ വിശ്വസിക്കുന്നതിനെ ശരിയാണെന്ന് പറയാൻ, താൻ വിശ്വസിക്കുന്നത് മറ്റാരെയും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ളതല്ല എന്ന് പറയാൻ കഴിയുന്ന മഹത്തായിട്ടുള്ള പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്ന ഒരു ജനത, ആ ജനതയ്ക്ക് മാത്രമേ ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ കഴിയുള്ളൂ. അങ്ങനെ വിശ്വസാഹോദര്യത്തിന്റെ അടിത്തറയാണ്, അതിനു വേണ്ടിയിട്ടുള്ള പ്രതിഷ്ഠയാണ്. ആ പ്രതിഷ്ഠയാണ് ഗുരുദേവൻ അരുവിപ്പുറത്ത് നടത്തിയത്. അതിന്റെ വാർഷികമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട്
എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.